ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു പാനിലോട്ട് കുറച്ച് ചെറുപയർ പരിപ്പും ഇനി ഒരു ക്യാരറ്റും കൂടെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപയർ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഒരു അരക്കപ്പിലും താഴെയായിട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനി ഒരു കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കാം. ഈ ചെറുപയർ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം ചേർത്താൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പോലെ ഈ ചെറുപയർ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ ക്യാരറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിലോ ഒരു ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന ചെറുപയർ പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ കേട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് അവശേഷിക്കുന്നുണ്ട് അതിൽ. സാരമില്ല, അതങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ അതാണ്ട് ഞാൻ ഇതുവരെയാണ് ഒന്ന് വേവിച്ചെടുത്തേക്കുന്നത്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോകാം. നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മാത്രം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കടുക് വല്ലതും ചേർക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സമയം ചേർക്കാം കേട്ടോ. ഞാൻ കടുകൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാളേൻ്റെ പകുതി മാത്രം അരിഞ്ഞെത്തുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് സവാള ഒന്നും ആവശ്യമില്ല. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവാളേൻ്റെ പകുതി മാത്രം മതിയാവും. ഇതിനി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ. കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുഞ്ഞുള്ളി നന്നാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് സവാള എടുക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാണ്ട് ഒന്നായിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം കേട്ടോ. ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളീൻ്റെ പകുതി ഭാഗം മാത്രം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് ഒഴിവാക്കാം. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. പിന്നെ എനിക്ക് തക്കാളി ഭയങ്കര ഇഷ്ടമായത് കൊണ്ടും പിന്നെ തക്കാളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത് കൊണ്ടും മാത്രം ചേർത്തതാണ്. അപ്പോൾ ഈ തക്കാളി വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വഴറ്റിയെടുത്ത് തക്കാളി ഒന്ന് വെന്ത് വരണം എന്ന് കരുതി വെന്ത് അങ്ങ് കുഴഞ്ഞ് വരുന്ന പാകമൊന്നും എത്തണ്ട. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലോട്ട് ഒരു കുറച്ച് മാത്രം പൊടികളൊന്ന് ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം പൊടികൾ ആവശ്യമുള്ളൂ ഇതിന്. ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇനി അതുപോലെ ഒരു 1/2 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. കാര്യം നമ്മൾ ചെറുപയർ പരിപ്പിനകത്ത് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി ഒന്ന് എടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി ആ പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക.
ഇനി നമുക്ക് ഈ ക്യാരറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാര്യം ക്യാരറ്റിനൊന്നും വലിയ വേവില്ല. എന്നാലും ഒരു 4 മിനിറ്റൊക്കെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയം മാത്രം അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ ദാണ്ട ഒരു 4, 5 മിനിറ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ ഇതുപോലെ ഒന്നങ്ങ് വഴറ്റി ഒന്ന് അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ക്യാരറ്റും ചെറുപയർ പരിപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ ആ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് ഒരു 2, 3 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും. ഒരുപാട് വെള്ളമൊന്നും ഇല്ലല്ലോ. അപ്പം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. 2, 3 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു 3, 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട അടിപൊളിയായിട്ട് എല്ലാം ഒന്ന് സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുഴഞ്ഞ പരുവത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവത്തിന് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറുപയർ പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ചും കൂടി വേവ് കുറച്ച് വേവിച്ചാൽ മതി. ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിലൊക്കെ കേൾപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ദാണ്ട ഈ ഒരു സമയം കുറച്ച് തേങ്ങയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ കുഴഞ്ഞ പരുവത്തിന് വേണ്ടെന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കുറച്ച് മാത്രം വേവിച്ചിട്ട് ഇതുപോലെ ഒരു തോരൻ പോലെ ഉണ്ടാക്കിയെടുത്താലും മതി. നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ക്യാരറ്റ് ചെറുപയർ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഈ കുട്ടികളൊക്കെ ചെറുപയറും ചെറുപയർ പരിപ്പ് അല്ലെങ്കിൽ ഈ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഈ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും അങ്ങോട്ട് മുന്നിൽ നിൽക്കുകയൊന്നുമില്ല കേട്ടോ. പകരം നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. കൂടെ ഒരു മീൻ കറിയോ അല്ലെങ്കിൽ ഒരു മോര് കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുശാലായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ആക്കി നോക്കിക്കോളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിന് ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ച് കഴിച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് അതിന് കറികൾ വേണമെന്നൊന്നുമില്ല. വേറെ ഈ ഒരു കറി മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.